ഹലോ, അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചെറിയ ലഞ്ച് പ്രിപ്പറേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു, ഞാനിന്ന് ഞങ്ങളുടെ BNT എന്ന് പറയുന്ന ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ പടവലങ്ങ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിൽ എന്തായാലും പരിപ്പിരിപ്പുണ്ട്, പരിപ്പും പടവലങ്ങയും ഉണ്ടാക്കിയാലോ എന്ന്. എനിക്കിവിടെ ഫ്രോസൺ കോക്കനട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അത് എത്രത്തോളം ഇങ്ങനെ അരച്ച് വരുമെന്ന്. നമ്മളുടെ നാട്ടിലെ പോലെ മഷി പോലെ അരച്ച് എടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയൊന്നും ഉണ്ടായില്ല. ചെറിയ തരിതരിപ്പുണ്ടായി. പക്ഷേ ഞാൻ ഓർത്തു പരിപ്പ് കറിയൊക്കെ ആയിട്ട് ഇതങ്ങ് മിക്സായി പോകുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ആദ്യമേ തന്നെ ഞാൻ പരിപ്പും പടവലങ്ങയും വേവിച്ചു. പിന്നെ നമ്മുടെ അരപ്പ് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് ഒന്ന് അരച്ചു, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കടുക് പൊട്ടിച്ചു. പരിപ്പും പടവലങ്ങയും കറി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ മെയിൻ ബേസിക് താളിപ്പ് പരിപാടി കഴിഞ്ഞു. പിന്നെ അടുത്തതാണ് എൻ്റെ മെയിൻ വിഭവം അതെങ്ങനെയല്ലേ പറയുക, അതെ, മെയിൻ ഐറ്റം, അതായത് നമ്മുടെ മീൻ മുട്ട. ഇത് എൻ്റെ നാട്ടിൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആട്ടോ. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ BNTയിൽ പോയപ്പോൾ അവിടെ അത് മൂലക്ക് വെച്ചിരിക്കുന്നു. അവരിപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയേക്കണ ഈ മീൻ മുട്ട പരിപാടി. അപ്പോൾ ഞാൻ പോയി മീൻ മേടിക്കാമെന്ന് ഓർത്താണ് പോയത്. അപ്പോൾ ഞാൻ എപ്പോഴും മേടിക്കുന്ന ഒരു ബാജ സ്റ്റീക്കാ, അതവിടെ ഇല്ല. അപ്പം ഞാൻ ഓർത്തത് മീൻ മുട്ടയും മേടിച്ചുകൊണ്ട് വരാമെന്ന്. സംഭവം എല്ലാം അത് കഴുകിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ തരിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ടൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ടാണ് ഞാനിവിടെ പടവലങ്ങയും പരിപ്പും റെഡിയാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് നമ്മൾ നോർമലായിട്ടൊന്ന് വറുത്തു, നല്ലപോലെ വറുത്തു. എനിക്ക് ഇവിടുത്തെ മീൻ മുട്ട ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം. പക്ഷേ എനിക്ക് പൊതുവേ മീൻ മുട്ട ഇത്രയും മുരിച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഏത് ഫിഷിൻ്റെ ആണെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് മുരിച്ചു. കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സവാളയും വേപ്പിലേക്ക് ഇട്ടൊന്ന് മുകളിൽ കൊടുത്ത്, കണ്ടോ എണ്ണ തെളിഞ്ഞ് വന്നേക്കണുണ്ടോ, അതുപോലെ ഞാൻ മുരിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നമ്മുടെ കറി ഞാൻ റെഡിയാക്കി. അപ്പോൾ എൻ്റെ ക്രിസ്റ്റീന വന്നിട്ടുണ്ടായിരുന്നു, അവളാട്ടോ ടെസ്റ്റ് ചെയ്തത്. എങ്ങനെയുണ്ട് പരിപ്പ് കറിയും മെയിൻ ഐറ്റം മേരി ചേച്ചിയുടെ മുട്ടത്തോരൻ, മാർവലസ്, അടിപൊളിയാണോ? മേരി ചേച്ചിയുടെ ഒഫീഷ്യൽ ഫുഡ് ടെസ്റ്ററാണ് ഞാൻ. താങ്ക് യു.